ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് നമ്മോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരുണ്ട്. അവരെല്ലാം ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ദൈവത്തിൻ്റെ കരുണയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്, മറ്റെന്തിനേയും കാൾ ലോകത്തിന് ഇന്ന് ആവശ്യം ദൈവത്തിൻ്റെ കരുണയാണ്. ഈ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും കടന്നു വരുവാൻ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മേക്കാൾ ഈ കരുണ ആവശ്യമായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ അവരെയും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവം വാഗ്ദാന പ്രകാരം തൻ്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കും. അതിനായി നമ്മുടെ പക്കലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയുടെ ശക്തമായ സാന്നിധ്യം, സജീവ സാന്നിധ്യം ഈ അൾത്താരയിൽ അനുഭവിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് സ്വതന്ത്രമായിട്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളൊന്നേർന്ന് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് കാരുണ്യവനായ ദൈവമാണ്, അങ്ങ് സർവശക്തനായ ദൈവമാണ്, അങ്ങ് സ്നേഹമാണ്. ആ ബോധ്യത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും മാറ്റണമേ, ആകുല ചിന്തകൾ അകറ്റണമേ, ഭയം അകറ്റണമേ. ഞങ്ങൾക്ക് പ്രത്യാശ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ ലോകം മുഴുവൻ്റെ മേലും കടന്നു വരുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, സ്വസ്ഥാനങ്ങളിരിക്കാം. ഏതാനും വചനങ്ങളുടെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ഈ കരുണയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവൻ്റെ മേലും ഈ കരുണ കടന്നു വരുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ സമയം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ അതിൽ നിറഞ്ഞു നിന്ന ഒരു വിഷയമാണ് ദൈവകരുണ. ദൈവകരുണയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുകയും പ്രസംഗിക്കുകയും അതിൻ്റെ തിരുനാൾ ആരംഭിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു ചാക്രിക ലേഖനം ദിവസ് ഇൻ മെസരിക്കോദിയ, കരുണയാൽ സമ്പന്നം എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. അപ്പം അപ്രകാരം ഒരു ചാക്രിക ലേഖനം എഴുതാൻ പോലും അദ്ദേഹത്തെ ദൈവം പ്രചോദിപ്പിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കരുണ മറ്റെന്തിനേയും കാൾ നമ്മൾ പലപ്പോഴും നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്ന കാര്യം, മരുന്ന് കിട്ടുന്ന കാര്യം, ആവശ്യത്തിന് വീടുണ്ടാകുന്ന കാര്യം, സമ്പത്തുണ്ടാകുന്ന കാര്യം, ഇങ്ങനെ പലതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇനി അത് ആവശ്യത്തിനുണ്ടെങ്കിൽ പോലും അത്യാഗ്രഹം നമ്മെ ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് നയിക്കുന്നത് നമ്മൾ കണ്ടെന്നു വരും. പക്ഷേ ഈ വിശുദ്ധൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, മറ്റെന്തിനേയും കാൾ ലോകത്തിന് ആവശ്യം, നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം ദൈവത്തിൻ്റെ കരുണയാണ്. ഈ ചിന്ത നമ്മളെ വിട്ടുമാറാതെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഈ കരുണ ലഭിക്കാൻ അർഹതയുണ്ട് എന്ന് ഈ വിശുദ്ധൻ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഏതാനും വചനഭാഗങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഈ ചിന്തയിൽ ആഴപ്പെടാൻ അത് നമ്മെ സഹായിക്കും. 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാമത്തെ വചനം, ആരാണ് നമ്മുടെ ദൈവം, ഈ ദൈവത്തിൻ്റെ സത്ത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഇവിടെ യോഹന്നാൻ ശ്ലീഹ പറയാണ്, ദൈവം സ്നേഹമാണ്. മറ്റു പല രീതിയിലും ദൈവത്തിന് ദൈവത്തെ എന്താണെന്ന് പഠിപ്പിക്കാനായിട്ട് ഒരു ഡെഫിനിഷൻ നൽകുന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ യോഹന്നാൻ ശ്ലീഹ നൽകുന്ന ഒരു ഡെഫിനിഷൻ, അദ്ദേഹം പറഞ്ഞത് ദൈവം സ്നേഹമാണ്. God is love. God is defined
ആസ് ലവ്. പറയുന്നുണ്ട് ഇതിനകത്ത് വലിയ ആഴവും അർത്ഥവും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ സത്ത, ഇതേക്കുറിച്ചെല്ലാം പറയാൻ നമുക്ക് സാധിക്കുന്നത് ഈ ഒറ്റ വാക്കുകൊണ്ടാണ്: ദൈവം സ്നേഹമാണ്. ഈ ദൈവത്തിൻ്റെ സ്നേഹം കാരുണ്യം നിറഞ്ഞ സ്നേഹമാണ്. ഈ സ്നേഹത്തിന് നമുക്കൊക്കെ അർഹതയുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. കാരണം വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്: ഏറ്റവും വലിയ ഭാവിക്ക് ഏറ്റവും വലിയ അർഹതയാണ്. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി അനുതാപത്തോടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിഞ്ഞാൽ അവർക്കാണ് ഏറ്റവും വലിയ അവകാശം എന്നുള്ളത് ഈ വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ ഈ സ്നേഹം, ഇതാണ് നമ്മുടെ മുമ്പിലുള്ളത്. എത്ര വലിയ ഭാവിക്കും ഈ സ്നേഹത്തിലേക്ക് വന്നെത്താൻ സാധിക്കും, ഈ സ്നേഹം സ്വന്തമാക്കാൻ സാധിക്കും, അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താനും നേട്ടം ഏറ്റെടുക്കാനും സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. എഫേസസ് 2-ാം അധ്യായം 4-ാമത്തെ വചനം എടുത്താൽ, എഫേസസ് 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം കരുണയാൽ സമ്പന്നനാണ് എന്നുള്ളതാണ്. ദൈവം കരുണയാൽ സമ്പന്നൻ. ദൈവം സമ്പന്നനാണ്. നമ്മളത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ സമ്പന്നനായ ദൈവം, ഈ സമ്പന്നതയിൽ നിന്നെ ഞാൻ സമ്പന്നനാക്കും. പറയുന്നുണ്ട് ദൈവത്തിൻ്റെ സമ്പന്നത കരുണയിലാണ്. ഈ കരുണ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുത്ത് നമുക്കും സമ്പന്നരാകാൻ സാധിക്കും എന്ന ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 8-9 വചനങ്ങൾ എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും യേശുവിലൂടെ പിതാവായ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. യേശുവിലൂടെ പിതാവിനെ തന്നെയാണ് നമ്മൾ കാണുക. ഇനി യേശുവിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് കരുണയാണ്. പറയുന്നുണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം, പിതാവായ ദൈവത്തിൻ്റെ സത്ത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കരുണയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവം എമ്മാനുവൽ. എമ്മാനുവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ, നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ സത്ത് കരുണയാണ്, സ്നേഹമാണ്. പറയുകൊണ്ട് തന്നെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഈ കരുണയും ഈ സ്നേഹവും നമ്മുടെ കൂടെ ഉണ്ടാകും. അതിൻ്റെ നിറവ് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നാം തിരിച്ചറിയേണ്ടത് നമുക്ക് ജീവിതത്തിൽ ഒരു വിജയം വരുമ്പം മാത്രമല്ല, ജീവിതത്തിൽ ഒരു സന്തോഷം വരുമ്പം മാത്രമല്ല, അങ്ങനെ ഉള്ള സമയത്ത് മാത്രം നമ്മുടെ കൂടെ നിന്നിട്ട് ബാക്കി സമയങ്ങളിൽ നമ്മളെ തന്നെ വിട്ടിട്ട് മാറി നിൽക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. അതാണ് യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം വായിച്ചാൽ നമ്മൾ കാണുക 20-21 വചനങ്ങൾ വായിച്ചാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും, നിന്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ പറ്റും. നീ കഷ്ടതയുടെ നടുവിലായിരിക്കുമ്പോഴും നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് യെശയ്യ 30-ാം അധ്യായത്തിൻ്റെ 20-21 വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണ അത്ര വലുതാണ്. ആ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ദുരിതത്തിലൂടെ, ക്ലേശത്തിലൂടെ, സഹനത്തിലൂടെ, രോഗത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ആ സമയത്ത് ദൈവം തൻ്റെ സാന്നിധ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ദൈവം പറയാണ് ഞാൻ ഇമ്മാനുവൽ, നിന്റെ കൂടെയുണ്ട്. അത് നിനക്ക് വിജയം വരുമ്പോൾ, നേട്ടം വരുമ്പോൾ മാത്രമല്ല. നമ്മൾ പലപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താറുള്ളത് വിജയങ്ങളും നേട്ടങ്ങളൊക്കെ വരുമ്പോഴാണ്. തകർച്ചകൾ വരുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ മറന്നു പോകുന്ന സാഹചര്യം. ഒരുപക്ഷെ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ആ സാഹചര്യത്തിലും നമ്മുടെ കൂടെ നാം തിരിച്ചറിയാത്തതും അത് അനുഭവിച്ചറിയാത്തതുമാണ് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. കാരുണ്യവാനായ ദൈവത്തെ വിളിച്ചു പറയുന്ന പല സംഭവങ്ങളും അവിടെ നമുക്ക് കാണാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. ഇതിൻ്റെ
7-ാമത്തെ വചനം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. നാം എത്ര വലിയ പാപികളാണെങ്കിലും അനുദപിച്ചു കഴിഞ്ഞാൽ അത് സ്വർഗത്തിലെ നിരാശയ്ക്ക് കാരണമാകുന്നില്ല, സന്തോഷത്തിന് കാരണമാകുന്നു. സന്തോഷത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണ് ഒരു പാപിയുടെ അനുതാപം എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം വിളിച്ചു പറയുന്ന, ദൈവത്തിൻ്റെ സത്ത് എന്താണ് എന്ന് വിളിച്ചു പറയുന്ന വചനഭാഗങ്ങളാണ്. ഇതിലൂടെ ദൈവത്തെ മനസ്സിലാക്കി ആ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ ഈ കരുണ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. ദൈവം നമ്മോട് കരുണ കാണിച്ച ചില വഴികളുണ്ട്. ആ വഴികളാണ് ഈ കരുണ പ്രാപിക്കാൻ നമ്മെ സഹായിക്കുന്നത് എന്നും നാം തിരിച്ചറിയുന്നത് നല്ലതാണ്. ദൈവം കാരുണ്യവാനാണെന്ന്, ദൈവം നമ്മോട് കരുണ കാണിക്കുന്നവനാണെന്ന് വിളിച്ചു പറഞ്ഞ ചില മാർഗങ്ങൾ വചന വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം സെൽഫ് സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ഗാഡ്. അത് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17:19 വായിച്ചാൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ച് ലോകത്തെ വിശുദ്ധീകരിക്കുന്നു. അപ്പം ദൈവമായ യേശു തന്നെ തന്നെ വിശുദ്ധീകരിച്ചു. അതിലൂടെ യേശു നമ്മോടുള്ള ആ ഒരു കരുണ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. പറയുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഈ കരുണ പ്രാപിക്കാൻ ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നത്, സെൽഫ് സാങ്ക്ടിഫിക്കേഷൻ. നമ്മൾ അനുദപിച്ച് നല്ലൊരു കുമ്പസാരത്തിലേക്ക് പോകുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നത് ഈ ഒരു കാര്യമാണ്. പറയുകൊണ്ട് തന്നെ ഈ കൂദാശയിലൂടെ വലിയ കരുണ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതൊരു മാർഗം ദൈവത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സെൽഫ് ഗിവിങ്. ദൈവം നമ്മെ സ്നേഹിച്ചത് സ്വയം നൽകിക്കൊണ്ടാണ്. റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായം വായിച്ചാൽ 7-8 വചനങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ പോലും നൽകുന്ന യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ സ്വയം നൽകിക്കൊണ്ട് ദൈവം നമ്മളോടുള്ള ആ കരുണ വ്യക്തമാക്കി എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ കരുണ പ്രാപിക്കാനും ഏറ്റവും നല്ലത് നാം നമ്മെ തന്നെ നൽകാൻ മനസ്സ് കാണിക്കുന്നതാണ്. നമ്മുടെ ജീവിതം കർത്താവിന് വിട്ടുകൊടുത്താൽ, കഴിഞ്ഞുപോയ ജീവിതം എത്ര പാപം നിറഞ്ഞതാണെങ്കിലും ഇനിയുള്ള ജീവിതം കർത്താവിന് വേണ്ടിയുള്ളതാകുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ ഒഴുകി വരും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മാർഗം അത് സെൽഫ് എംപ്റ്റിങ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. കുരിശിൽ കടന്ന് കർത്താവിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവനെ തന്നെ ശൂന്യനാക്കി അവസാനതുള്ളി രക്തം വരെ നമുക്കായിട്ട് ചിന്തി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. രക്തം തീർന്നപ്പോൾ വെള്ളം ഒഴുകുന്നത് നമ്മൾ കാണുന്നുണ്ട്. സെൽഫ് എംപ്റ്റി. ഇതുപോലെ നമ്മൾ നമ്മളെ തന്നെ ശൂന്യവൽക്കരിക്കാൻ തയ്യാറാകുമ്പോൾ ഈ കരുണയ്ക്ക് നമുക്ക് യോഗ്യതയുണ്ടാകും എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഞാനെന്ന ഭാവം ഇല്ലാതാക്കിക്കൊണ്ട് യേശു എന്നിൽ നിറഞ്ഞ ഗലാത്യർ 2:20 നമ്മൾ കാണുന്നതാണ്. ഈ ഒരു പ്രോസസ്സിലൂടെ, പ്രക്രിയയിലൂടെ കടന്നുപോയ പൗലോസിന് പറയാൻ സാധിച്ച ഒരു കാര്യമാണ്, ഞാനില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇങ്ങനെ ഒരു ശൂന്യവൽക്കരണം നടത്തിയാൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കരുണയുടെ നിറവ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടി ആൾത്താരയിൽ സമർപ്പിക്കാം. ഈ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.